കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. അതുമാത്രമല്ല, ഇന്നിപ്പോൾ കലശമായിരുന്നു, സഹസ്രകലശമായിരുന്നു, ബ്രഹ്മകലശം. വളരെ വളരെ ചിട്ടവട്ടത്തോടു കൂടി ആചരിച്ച 775 വെള്ളിക്കുടവും 26 സ്വർണ്ണക്കുടവും ആയിട്ടുള്ള ആ കലശം നമ്മളെ കൂത്തമ്പലത്തിൽ നിന്ന് ഒരു ഘോഷയാത്ര പോലെ ശ്രീലകത്തേക്ക് എത്തിച്ചു. വളരെ തന്ത്രപ്രധാനമായ മന്ത്രപ്രധാനമായ കാര്യങ്ങളായിരുന്നു. ബിംബശുദ്ധിയും ഗുരുവായൂരപ്പന് ശക്തി കൂടുന്നതിനുള്ള കാരണം നമ്മുടെ ഭക്തരുടെ എല്ലാവരുടെയും വിഷമങ്ങളൊക്കെ കേട്ടിങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആൾക്ക് ശക്തി നൽകാനൊക്കെ ഉതകുന്ന തരത്തിലുള്ള മന്ത്രധ്വനികളും ഒക്കെ ആയിട്ട് സഹസ്രകലശം ഇന്ന് ആടിത്തീർന്നു. അപ്പോൾ അത്രയും സന്തോഷകരമായ ആ ഒരു അവസ്ഥയാണ് ഇന്ന്. അതിലാണ് ഇന്നത്തെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ ഉള്ളത്. ഭക്തജനങ്ങൾക്ക് കുറച്ച് സമയം അസൗകര്യം നേരിട്ട് വെച്ചാലും കുറച്ച് പേർക്ക് അത് നേരിൽ കാണാനുള്ള സൗകര്യം ഉണ്ടായി. കാരണം ചുറ്റമ്പലം കൂത്തമ്പലത്തിൽ നിന്ന് വരി വരിയായിട്ട് മുത്തുക്കൂടയൊക്കെ ചൂടി, അങ്ങനെ ആ ബ്രഹ്മകലശത്തിന് മുത്തുകൂടയൊക്കെ ചൂടിയിട്ടാണ് വാദ്യഘോഷാദികളോടൊക്കെ അങ്ങനെ കൊണ്ടുപോയി. അപ്പോൾ അത് കാണാൻ കുറേ ആളുകൾ അതിനുള്ളിലേക്ക് നിന്ന് ഭക്തർക്ക് അവർക്ക് നല്ല സായുജ്യമായി. അപ്പോൾ നമ്മളെന്തായാലും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കളഭാലങ്കാരം തൊഴാൻ പോവാം. എല്ലാവരും വരൂ. നമ്മളാദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് ഗണേശനെ കണ്ട് വണങ്ങാം. അതിനുശേഷം നേരെ അങ്ങനെ ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ വാതിൽപ്പടിയിൽ നിർത്തിയിട്ട് ആ മേൽപ്പത്തൂരിനെ ഇടത്തോട്ട് നോക്കിയിട്ട് മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കാം. വലതുവശത്തെ ആ നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണൊന്ന് നോക്കി തൊഴാം. അങ്ങനെ വന്ന് നോക്കുമ്പോൾ നാലമ്പലത്തിൻ്റെ അകത്ത് ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്തെ നോക്കുമ്പോൾ എന്താ നല്ല പ്രകാശം, ആ നെയ്വിളക്കിൻ്റെ പ്രകാശം ഇങ്ങനെ കാണുന്നു. സ്വർണ്ണഗോപിയും സ്വർണ്ണ ഓടക്കുഴലിൻ്റെയൊക്കെ ഒരു പ്രകാശം നമ്മളിലേക്ക് എത്തുകയാണ്. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം നമ്മളിലേക്ക് എത്തുന്ന ആ ഒരു രൂപമാണ് കാണുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കാലിങ്ങനെ പിണച്ചു വെച്ചിട്ടുണ്ട്. രണ്ട് കാൽത്തളകൾ കാണുന്നു. അങ്ങനെ കൈവളകൾ കാണുന്നു. അന്ന് ഓടക്കുഴൽ വിളിച്ച് നിൽക്കുക കേട്ടോ, മുരളീധരനായിട്ടാണ്. വളരെ സുന്ദരനായിട്ടാണ് അന്നത്തെ അലങ്കാരം. നിറയെ ആഭരണങ്ങളാണ് അണിഞ്ഞിട്ടുണ്ട്. വളരെ വളരെയധികം ശോഭയോടുകൂടിയാണ്. ബ്രഹ്മകലശം കൂടി കഴിഞ്ഞപ്പോഴേ വളരെയധികം എന്താ പറയുക, പ്രസന്നനായിട്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിൽക്കുന്നതെന്ന്. അപ്പോൾ എല്ലാ ഭക്തരെയും അനുഗ്രഹിക്കാനായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ അകത്തേക്ക് പ്രവേശനം തുടങ്ങി. ഉച്ചപൂജ കഴിഞ്ഞതിന് ശേഷം തന്നെ അതിനോടൊപ്പം തന്നെ അകത്തേക്കുള്ള നേരെ വഴിയിലൂടെ തന്നെ വടക്കേ നടയല്ലാതെ പ്രവേശനം തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുന്ന തരത്തിലാണ് ആ കലശമൊക്കെ ഉണ്ടായത്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നല്ല അതേപോലെ ചുവന്ന തെച്ചിപ്പൂവ് കൊണ്ടുള്ള ഒരു വലിയ ഉണ്ടമാല ഉണ്ട്. അതേപോലെ വെളുത്ത പൂവും തുളസിപ്പൂവും തെച്ചിപ്പൂവും ചേർന്നിട്ടുള്ളൊരു ഉണ്ടമാല, അങ്ങനെ 2 ഉണ്ടമാല. അതേപോലെ 2 തിരുമുടിമാലയുണ്ട്. ഒരു താമരയുണ്ട്, ഒരു തുളസിയുണ്ട്. പിന്നെ വിധാനമായിട്ട് 2-3 തുളസിമാലകളുണ്ട്, ഒരു താമരമാല ചാർത്തിയിട്ടുണ്ട്. വളരെ നല്ല അരഞ്ഞാണൊക്കെ ധരിച്ച പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുള്ള അതാണ്, മഞ്ഞ പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടാണ് ഇന്ന് ശ്രീകൃഷ്ണൻ ആ മുരളീധര സ്വരൂപത്തിൽ നമ്മളെ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ട് തൊഴുതോളും. അപ്പോൾ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തിൻ്റെ മുൻപിലാണ്, സോപാനപ്പടിയിലാണെന്ന് സങ്കല്പിക്കുക. എല്ലാവരും കണ്ട് തൊഴുതോളൂ കേട്ടോ. ഇന്ന് വളരെ വിശിഷ്ടമായ ദിവസമാണ്. നാളെ ഉത്സവമാണ്. നാളെ ഉത്സവത്തോടനുബന്ധിച്ച് 3 മണിക്ക് ആനയോട്ടം, അങ്ങനെയുള്ള ചടങ്ങുകൾ വൈകിട്ടാണ്, രാത്രിയോട് കൂടിയിട്ടാണ് ഉത്സവം കൊടിയേറുക. അപ്പോൾ എല്ലാവർക്കും അതിനൊക്കെ പങ്കെടുക്കാനുള്ള 10 ദിവസത്തെ ഉത്സവത്തിനൊക്കെ പങ്കെടുക്കാനുള്ള അനുഗ്രഹം ഗുരുവായൂരപ്പൻ തരട്ടെ. തരാത്തവർക്ക് എന്നിലൂടെ അത് കേൾക്കാൻ കഴിയട്ടെ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ നമ്മൾ ശ്രീലകത്തിൻ്റെ മുൻപിൽ നിന്ന് തൊഴുതു.
അങ്ങനെ നമ്മൾ ഇറങ്ങുമ്പോൾ തിടപ്പള്ളിയിലേക്ക് നോക്കിയിട്ടൊന്ന് തൊഴുതു. അതേപോലെ അഗ്നികോണിലേക്കൊന്ന് നോക്കി തൊഴുതു. അങ്ങനെ ആ സപ്തമാതാക്കളെ കണ്ട് തൊഴുതു. അങ്ങനെ വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരികയാണ്. വിഘ്നേശ്വരൻ്റെ അടുത്ത് വരുമ്പോൾ വളരെ പ്രസന്നനായിട്ടുള്ള വിഘ്നേശ്വര സ്വരൂപമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ സരസ്വതി ദേവീനെയും കണ്ടു തൊഴാം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടെ കണ്ട് തൊഴുത് ആ സൈഡിലൂടെ അങ്ങനെ വരുമ്പോൾ ചെറിയ ഗണപതിനെ വീണ്ടും കാണാം. അവിടെ കണ്ട് തൊഴാം. അതുപോലെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങൾ ഓരോന്ന് കാണാം. അത് കണ്ട് തൊഴാം. അങ്ങനെ വരുമ്പോൾ മേൽശാന്തിയുടെ അടുത്തുനിന്ന് മേൽശാന്തി തന്നെ ഇരിക്കണു. മേൽശാന്തിയുടെ അടുത്തുനിന്ന് അർച്ചന പ്രസാദം വാങ്ങാം. അത് കഴിഞ്ഞ് വാമനാവതാരം അതേപോലെ വിഷ്ണുവിൻ്റെ രൂപം കാണാം. ഗരുഡൻ്റെ പുറത്തുള്ളത് ഗജേന്ദ്ര മോക്ഷം കാണാം. അത് കഴിഞ്ഞ് നേരെ വരുമ്പോൾ നമ്മളെ പത്മനാഭസ്വാമി അനന്തപത്മനാഭസ്വാമീനെ കാണാം. അവിടെ തൊഴുത് വന്ന് ഒന്ന് ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. അങ്ങനെ നമസ്കരിച്ച് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വരുമ്പോൾ ശ്രീരാമനും അതേപോലെ ബലരാമനും ഭാർഗവരാമനും ഒക്കെയുള്ള വിഗ്രഹങ്ങളൊക്കെ കാണാം. ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴുത് ആ കൃഷ്ണൻ്റെ അടുത്ത് വരുമ്പോൾ അവിടെയും ഒരു തുളസിമാല ചാർത്തിയിട്ടുണ്ട്. പിന്നെ മുരുകനെ കണ്ടു തൊഴാം. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വന്നാലും അവിടെ ഇന്ന് 2 മാലകളുണ്ട്. ഒരു താമരമാലയുണ്ട്, ഒരു വെറ്റിലമാലയുണ്ട്, കുങ്കുമമുണ്ട്. അപ്പോൾ ഹനുമാൻ സ്വാമീനെ തൊഴാം. ത്വമസ്മിൻ കാര്യ നിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അചാഢ്യവാക്പടുത്വം ഹനുമത്സ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞാൽ രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് അവിടുന്ന് പ്രാർത്ഥിക്കാം. ഇന്നിപ്പോൾ ആ ഓവിലൂടെയാണ് ആ സഹസ്രകലശമൊക്കെ ആടിയ തീർത്ഥമൊക്കെ പുറത്തേക്ക് വന്ന് അത് ഭക്തജനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ വന്ന് തൊഴുതു. അതിനുശേഷം നമ്മൾ കുറച്ചും കൂടി പടിഞ്ഞാറോട്ട് വന്നാൽ നമ്മുടെ താമരക്കണ്ണനെ കൽപ്പകവൃക്ഷത്തിൻ്റെ ചോട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുക. അതിനുശേഷം വീണ്ടും ഓവിനപ്പുറത്തേക്ക് നോക്കി മണിക്കിണർ കാണാം. അതേപോലെ നൃത്താറയിലേക്ക് നോക്കി തൊഴാം. അതിനപ്പുറത്തായിരുന്നു ആ മുളാറ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു. എല്ലാം ശരിയായി. അങ്ങനെ അവിടെയൊക്കെ തൊഴുത് വരുമ്പോൾ കുറൂരമ്മേനെയും ഒക്കെ കണ്ട് തൊഴുത് വടക്കേ നടയിലൂടെ പുറത്തിറങ്ങി ആ പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അതൊക്കെ വാങ്ങി തൊട്ട് അങ്ങനെ ആ എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാൻ വരാം. ഭഗവതി ഇന്ന് നല്ല കണ്ണെഴുതിയിട്ടൊക്കെ പൊട്ട് തൊട്ട് വട്ടത്തിലുള്ള ചുവന്ന പൊട്ടൊക്കെ തൊട്ട് നിറയെ തെച്ചിപ്പൂ കൊണ്ടുള്ള അഭിഷേകമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ നമ്മൾ ഭഗവതിയുടെ മുന്നിൽ നിന്നിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് അമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങി നമ്മൾ മമ്മിയൂരപ്പനെ തൊഴാൻ വേണ്ടിയിട്ട് ആ കോർണറിലേക്ക് വന്ന് മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുകയാണ്. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക, മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. അതിനുശേഷം നമ്മൾ കൊടിമരത്തിൻ്റെ അവിടേക്ക് വീണ്ടും എത്തുകയാണ്. വീണ്ടും എത്തിയിട്ട് ഒന്നുകൂടി അകത്തേക്ക് നോക്കി നമുക്ക് ആ മുരളീധര സ്വരൂപം കാണാം, വേണുഗോപാല സ്വരൂപം കാണാം. അങ്ങനെ കണ്ട് ആ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്നിട്ടൊന്നും കൂടി തൊഴുതു. കാരണം കലശമൊക്കെ നടന്നിരുന്നത് അവിടെയാണ്. അതിന് ശേഷം നേരെ അങ്ങനെ വരുന്ന അയ്യപ്പസ്വാമിയുടെ അവിടുത്തെ വന്ന് കണ്ട് തൊഴാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേസ്തുഭ്യം നമോ നമ. ചെറിയ ഗോളകയൊക്കെ ഇറക്കിയിട്ടാണ് അയ്യപ്പസ്വാമി ഇരിക്കുന്നത്. വലിയ ഇതില്ല, ചെറുതായിട്ടുള്ള ഗോളക, എന്നാലും നല്ല രസമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒന്ന് പ്രദക്ഷിണമായിട്ട് നമ്മൾ പടിഞ്ഞാറേ നടയിലേക്ക് വരികയാണ്. പടിഞ്ഞാറേ നടയിൽ വന്നാൽ ദീപസ്തംഭത്തിലെ വേണുഗോപാല സ്വരൂപം കാണാം. ഇന്ന് അകത്തും പുറത്തുമൊക്കെ വേണുഗോപാല സ്വരൂപത്തിലാണ്. അങ്ങനെ അതിന് ശേഷം നേരെ കുറച്ചും കൂടി പുറകിലേക്ക് ഇറങ്ങിയ
ആ കൊടിമരത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ അവിടെയും വേണുഗോപാല സ്വരൂപം കാണാം. അപ്പോൾ നമ്മൾ ഇന്നും ഉച്ചപൂജ കളഭാലങ്കാരം കണ്ടു തൊഴുതു ഗുരുവായൂരപ്പൻ്റെ. എല്ലാവരും എന്നെ ശ്രവിക്കുന്ന ഏത് സമയത്താണോ ആ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ മുന്നിലാണെന്ന് പ്രാർത്ഥിക്കുക. അവിടെ ചെന്ന് നമ്മളിത് കേൾക്കുമ്പോൾ ആ പ്രാർത്ഥന അവിടെ എത്തും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടായിരുന്നത് തന്ത്രിയാണ് കൃഷ്ണൻ നമ്പൂതിരി. അതേപോലെ കളഭാലങ്കാരം ഉണ്ടായത് മേൽശാന്തി തന്നെയാണ്. മേൽശാന്തിയാണ് ഇന്നത്തെ ശ്രീജിത്ത് നമ്പൂതിരി. പുതുമനയില്ലത്ത് ശ്രീജിത്ത് നമ്പൂതിരി മൂപ്പരാണ് ഇന്നത്തെ കളഭാലങ്കാരം നടത്തിയത്. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം.